നമസ്കാരം. പാലത്തായി കേസുമായി ബന്ധപ്പെട്ട ജനകീയ വിചാരണയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പത്മരാജൻ്റെ കുടുംബത്തിൻ്റെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ QR കോഡ് കൊടുക്കുന്നുണ്ട്. സംഭാവന നൽകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എനിക്കറിയാം എൻ്റെ ഈ വീഡിയോകൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തേത്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പത്മരാജൻ തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി തൻ്റെ കുടുംബവുമായി ജീവിക്കേണ്ട ഒരു വ്യക്തി ആയിരുന്നു. അതിനുള്ള പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ അന്വേഷണ ചുമതല ഏറ്റെടുത്ത DYSP രത്നകുമാറും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ച കോടതിയുമാണ്. പോക്സോ കേസുകളിൽ അതിജീവിതയുടെ മൊഴിക്ക് കോടതികൾ വളരെ വലിയ വിലയാണ് കൊടുക്കുന്നത്. കാരണം ഈ നിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയും തൻ്റെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനരഹിതമായിട്ട് മറ്റൊരു വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണം നടത്തില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പോക്സോ ആക്ടിൻ്റെ സെക്ഷൻ 29 പ്രകാരം കോടതികൾ ഈ പ്രതി കുറ്റക്കാരനാണെന്നുള്ള ഒരു മുൻധാരണയോടുകൂടിയാണ് കേസിനെ സമീപിക്കുന്നത്. അതിജീവിതയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ വേണമെങ്കിലും കോടതികൾക്ക് ഒരു പ്രതിയെ ശിക്ഷിക്കാം. മറ്റ് യാതൊരു വിധത്തിലുമുള്ള തെളിവുകളും വേണമെന്നില്ല. പക്ഷേ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ മൊഴി വളരെ റിലീവബിൾ ആയിരിക്കണം, ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ് ആയിരിക്കണം എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ ആരാണ് ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ്? ആ സാക്ഷിയുടെ മൊഴി വളരെ വിശ്വാസയോഗ്യം ആയിരിക്കണം, അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ അതിശയോക്തി കലരാനും പാടില്ല. അതായത് FIR മുതൽ അവസാനം കോടതിയിൽ സാക്ഷി പറയുന്നത് വരെ, അതായത് FIR, അത് കഴിഞ്ഞിട്ട് 161 സ്റ്റേറ്റ്മെൻറ്റ്, തുടർന്ന് മജിസ്ട്രേറ്റിന് മുന്നിലുള്ള 164 സ്റ്റേറ്റ്മെൻറ്റ്, അവസാനം കോടതിയിൽ സാക്ഷി പറയുന്നത്. ഈ അവസരങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് തന്നെ ആയിരിക്കണം അതുപോലെ ആവർത്തിച്ച് പോകേണ്ടത്. കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും തന്നെ പാടില്ല. അങ്ങനെ വിശ്വാസയോഗ്യമായ മൊഴി കൊടുക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്റ്റെർലിംഗ് വിറ്റ്നസ് എന്ന് നിയമം പറയുന്നത്. അപ്പോൾ പോക്സോ കേസുകളിൽ കുട്ടികളായിരിക്കണമല്ലോ അതിജീവിതകൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ മൊഴികൾക്ക് ഒരു സ്വാഭാവികത ഉണ്ടായിരിക്കണം. ലീഗൽ ഫ്രേസും മറ്റും ഉപയോഗിക്കാൻ പാടില്ല. ഈ FIR ഫയൽ ചെയ്യുന്നത് ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം, കുറച്ച് നാൾ കഴിഞ്ഞാകാൻ പാടില്ല. അതായത് ഈ അവരുടെ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒന്നും തന്നെ ഈ കേസിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള സമയം ഉണ്ടാകാനും പാടില്ല. ഒരു അതിജീവിത ഒരിക്കലും തന്നെ അസ്വാഭാവികമായി പെരുമാറാൻ പാടില്ല. എന്താണ് ഈ അസ്വാഭാവികത? അതായത് സാധാരണഗതിയിൽ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി തൻ്റെ ടീച്ചർമാരോടോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് മാതാപിതാക്കളോടോ ആ വിവരം പറയും എന്നുള്ളത് തീർച്ചയാണ്. അവിടെ ഒരു നീണ്ട കാലയളവ് വരാൻ പാടില്ല. ആ സമയം ഈ അതിജീവിത ഒരു നിശബ്ദ ആയിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അതിജീവിത ഒരിക്കലും ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സ്ഥലം മാറ്റി പറയാൻ പാടില്ല. ഒരു കുട്ടിയെ ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് തുടർന്ന് അയാളോട് നേരത്തെ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ രീതിയിൽ പെരുമാറാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു സംഭവം, ഈ പീഡന സംഭവം നടന്നു കഴിഞ്ഞാൽ ആ കേസിലെ അതിജീവിത ഒരിക്കലും തന്നെ താൻ എങ്ങനെയാണോ ആ പ്രതിയോട് മുൻപ് പെരുമാറിയിരുന്നത് അങ്ങനെ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അത് അസ്വാഭാവികമായ ഒരു പെരുമാറ്റമാണ്. ഈ ആരെങ്കിലും ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തതിന് ശേഷം ഒരു പരാതി നൽകാനും പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് സംഭവം നടക്കുന്നതിനും FIR ഫയൽ ചെയ്യുന്നതിനും ഇടയിൽ വളരെ കുറച്ച് സമയം മാത്രമേ പാടുള്ളൂ. അപ്പോഴൊക്കെ മാത്രമാണ് ഒരു അതിജീവിത ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ് ആകുന്നത്. എന്നാൽ പാലത്തായി കേസിൽ എന്താണ് സംഭവിച്ചത്? ഈ കുട്ടി പറയുന്നത് തന്നെ ആദ്യമായി പീഡിപ്പിച്ചത് ജനുവരി മാസം 15-ാം തീയതിക്ക് മുൻപുള്ള ഒരു ദിവസം ആയിരുന്നു എന്ന്. ശരി, നമുക്ക് സമ്മതിക്കാം, അങ്ങനെ ഒരു പീഡനം നടന്നു. അതിനുശേഷം കുട്ടി പറയുന്നത് അധ്യാപകൻ വീണ്ടും തന്നോട് 15:01 വീണ്ടും ടോയ്ലറ്റിൽ വരാൻ ആവശ്യപ്പെട്ടതായും താൻ അവിടെ ചെന്നതായും ആണ്. അതിനുശേഷം വീണ്ടും പറയുന്നു തന്നെ പീഡിപ്പിച്ചത് 2/2/2020 ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ പീഡനങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ കുട്ടി വീണ്ടും ഈ അധ്യാപകനോട് താൻ എങ്ങനെയാണോ നേരത്തെ പെരുമാറിയിരുന്നത് അതേ രീതിയിൽ തന്നെ പെരുമാറ്റം തുടർന്നു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ ആദ്യ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസത്തിൽ നിന്നും ഏകദേശം 2.5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരാതി നൽകുന്നത്.
അപ്പോൾ ഏകദേശം 2.5 മാസം സമയം ഉണ്ടായിരുന്നതിനാൽ ഇതിനകത്ത് ഈ കുട്ടിയോ ആരൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പരാതി കൊടുപ്പിച്ചതാണ് എന്നുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിജീവിത FIR-ൽ പറഞ്ഞ കാര്യങ്ങളും 161 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളും കൂടാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത 164 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ ഈ ട്രയലിൻ്റെ സമയത്ത് കോടതിയിൽ വന്നപ്പോൾ സാക്ഷി പറഞ്ഞപ്പോൾ അതൊക്കെ തന്നെ നിരാകരിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള 127 വൈരുദ്ധ്യങ്ങളാണ് ആ കുട്ടിയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കൂടാതെ തന്നെ കുട്ടി ഈ സംഭവ സ്ഥലവും മാറ്റി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കേസിലെ അതിജീവിത ഒരു സ്റ്റെർലിംഗ് വിറ്റ്നസ് അല്ല, സ്റ്റെർലിംഗ് വിറ്റ്നസ് ആണെന്ന് കോടതിയോട്ട് പറഞ്ഞതും ഇല്ല. അവളുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല പത്മരാജനെ ശിക്ഷിച്ചത്. അവളുടെ മൊഴി കൂടാതെ അവളുടെ കൂട്ടുകാരിയുടെ മൊഴി, അമ്മാവൻ്റെ മൊഴി, അമ്മയുടെ ഇളയ സഹോദരിയുടെ മൊഴി, കൂടാതെ ഈ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴി, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി പത്മരാജനെ ശിക്ഷിച്ചത്. പോക്സോ കേസുകളിൽ കോടതിക്ക് പ്രതി കുറ്റക്കാരനാണെന്ന ഒരു പ്രസംഷൻ അല്ലെങ്കിൽ മുൻധാരണ ഉണ്ടെങ്കിൽ പോലും പ്രോസിക്യൂഷൻ കേസിനെ അടിമുടി തകർക്കാൻ കഴിയുന്ന ഡിഫൻസിന് ലഭ്യമായ ഒരു ആയുധമാണ് അലബേ. അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അലബയുടെ അർത്ഥം എൽസ്വെയർ എന്നാണ്. അതായത് പ്രതി പറയുന്നു, ഈ സംഭവം കൃത്യം നടന്ന സമയത്തും സ്ഥലത്തും താൻ ഉണ്ടായിരുന്നില്ല, താൻ മറ്റെവിടെയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അലബെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കേസിൽ പ്രതിയെ വെറുതെ വിട്ടേ മതിയാകൂ, കോടതിക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ അലബെ സംശയാതീതമായി തെളിയിക്കേണ്ട ആവശ്യവുമില്ല. താൻ സംഭവസ്ഥലത്ത് ഇല്ലാതിരിക്കാനും കുറ്റകൃത്യം ചെയ്യാതിരിക്കാനും ആണ് സാധ്യത കൂടുതൽ എന്ന് മാത്രം തെളിയിച്ചാൽ മതിയാകുന്നതാണ്. അലബെ തെളിയിക്കാനായിട്ട് വളരെയധികം എവിഡൻസ്, തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെങ്കിലും ഈ കേസിനെ സംബന്ധിച്ച പ്രാധാന്യമുള്ള 2 രേഖകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ഈ പത്മരാജൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ, രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ, ആ ദിവസത്ത് അദ്ദേഹം ആ സമയങ്ങളിൽ എവിടെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെ പ്രസക്തമായ മറ്റൊരു കാര്യം, ഈ അലബയെ തെളിയിക്കുന്നതിൽ ഈ ഇലക്ട്രോണിക്സ് എവിഡൻസിന് വളരെ അധികം പ്രാധാന്യം ഉണ്ട്. അലബെ അല്ലെങ്കിൽ താൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ക്ലെയിം പ്രതി ഉന്നയിക്കേണ്ടത് ആസ് ഏർലി ആസ് പോസിബിൾ ആയിരിക്കണം. അതായത് എത്രയും വേഗം കോടതിയെ അത് ധരിപ്പിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ CRPC സെക്ഷൻ 313 പ്രകാരമുള്ള എക്സാമിനേഷൻ്റെ സമയത്തായിരിക്കണം. അല്ലെങ്കിൽ പ്രതിയുടെ തന്നെ തെളിവായിട്ട് വേണമെങ്കിലും കോടതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അലബെ ക്ലെയിം ചെയ്യുന്നതിലും അതിനുള്ള തെളിവ് ഹാജരാക്കുന്നതിലും പ്രതി താമസിച്ചു കഴിഞ്ഞാൽ അതും കോടതിയിൽ സംശയം ജനിപ്പിക്കും. അതായത് ഈ സമയത്തിനുള്ളിൽ പുള്ളി എന്തെങ്കിലും കൃത്രിമമായി രേഖകൾ സംഘടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കോടതിക്ക് ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒഫീഷ്യൽ രേഖകൾക്കും ഈ ഡീറ്റെയിൽ രേഖകൾക്കും വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഇവിടെ ഒന്നാമത്തെ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഈ പ്രതി പത്മരാജൻ അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രകാരവും കാഷ്വൽ ലീവ് രജിസ്റ്റർ പ്രകാരവും തൻ്റെ സഹോദരിയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. ഇതിൽ അന്വേഷണം നടത്തിയ ശ്രീജിത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ ഈ പ്രതിയുടെ ടവർ ലൊക്കേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ആയിരുന്നു എന്നാണ്. രണ്ടാമത്തെ പീഡനം നടന്നു എന്ന് പറയുന്ന 15/1/2020 ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സമയം 11:30 അതിനടുത്തുള്ള സമയങ്ങളിൽ പുള്ളിയുടെ മൊബൈലിൽ നിന്നും നിരന്തരമായി ഔട്ട് ഗോയിങ് കോൾസ് പോകുന്നുണ്ടായിരുന്നു. അതിൽ ചിലത് വളരെ ദീർഘസമയത്തേക്കുള്ളതും ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഒരാൾ പീഡനം നടത്തുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ മൊബൈലിൽ നിന്നും ആരെയെങ്കിലും വിളിക്കാൻ ഒരിക്കലും തന്നെ ശ്രമിക്കുകയില്ല. മൂന്നാമത്തെ പീഡനം നടന്നു എന്ന് പറയുന്നത് 2/2/2020 രാവിലെ 7:52 മുതൽ ഉച്ചയ്ക്ക് 12:10 വരെ പുള്ളിക്കാരൻ്റെ ടവർ ലൊക്കേഷൻ ഉമ്മലത്തൂർ എന്ന് പറയുന്ന ഈ സ്കൂളിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. കൂടാതെ വൈകുന്നേരം 4 മുതൽ രാത്രി വരെ അദ്ദേഹത്തിൻ്റെ ടവർ ലൊക്കേഷൻ കമ്പനി മുക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് ഈ സ്കൂളിൽ നിന്നും വളരെയേറെ ദൂരെ ആയിരുന്നു. അപ്പോൾ ശ്രീജിത്ത് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ മൊഴി കോടതിയിൽ കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഈ ഒറിജിനൽ CDR കോടതിയിൽ കൊടുത്തിരുന്നില്ല. അദ്ദേഹം തൻ്റെ CD പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി കൊടുത്തത് എന്ന് കോടതി പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, അഥവാ ഈ CDRൻ്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എങ്കിൽ ഈ കേസിൻ്റെ കഥയാകെ മാറുമായിരുന്നു എന്ന് കോടതി തന്നെ സമ്മതിക്കുകയാണ്. പീഡനം നടന്നു എന്ന് പറയുന്ന 3 ദിവസങ്ങളിലും പ്രതി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പറഞ്ഞുവെങ്കിലും കോടതി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം തൻ്റെ CD പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നാണ്. ഒറിജിനൽ CDR കോടതിയിൽ ഹാജരാക്കിയില്ല എന്നാണ്.
തുടർന്ന് കോടതി പറയുന്നത് പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും മനഃപൂർവ്വമായിട്ടാണ് ഈ CDR കോടതിയിൽ ഹാജരാക്കാതെയിരുന്നത്. അഥവാ ഹാജരാക്കിയിരുന്നു എങ്കിൽ പത്മരാജൻ്റെ കാഷ്വൽ ലീവ് രജിസ്റ്ററിലെയും അതുപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്ററുകളിലെയും എൻട്രികൾ തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെടുമായിരുന്നു എന്നും അതുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷൻ മനഃപൂർവ്വം കോടതിയിൽ ഹാജരാക്കാത്തത് എന്നാണ് കോടതിയുടെ കണ്ടുപിടുത്തം. നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേ കോടതി തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഈ പത്മരാജനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്ററുകളിൽ അറ്റൻഡൻസ് രജിസ്റ്ററിലും കാഷ്വൽ ലീവ് രജിസ്റ്ററിലും ഒക്കെ അതിൻ്റെ അധികാരികൾ കൃത്രിമത്വം നടത്തിയത് എന്ന്. തുടർന്ന് ഇവിടെ പറയുന്നു ഈ CDR ഹാജരാക്കിയിരുന്നു എങ്കിൽ ആ എൻട്രികളൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുമായിരുന്നു എന്നു. ഇതെങ്ങനെയാണ് ശരിയാകുക? അങ്ങനെ കൃത്രിമത്വം നടത്തി എങ്കിൽ ഈ ടവർ ലൊക്കേഷൻ എവിടെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഈ കൃത്രിമത്വം നടത്തേണ്ടത്. അതുമല്ല, ഈ കേസിൽ വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടു ഈ പത്മരാജൻ്റെ എൻട്രികളിൽ യാതൊരു വിധത്തിലും ഉള്ള ഈ കറക്ഷൻസ് നടത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെ ഈ കോടതി എന്തുകൊണ്ടാണ് ഒരു വിചിത്രമായ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്? കാരണം എങ്ങനെയെങ്കിലും ഈ പത്മരാജനെ ശിക്ഷിക്കണമായിരുന്നു. അതിജീവ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസങ്ങളിലാണ് ഈ കാഷ്വൽ ലീവ് രജിസ്റ്റർ പ്രകാരം പത്മരാജൻ ലീവിൽ ആയിരുന്നത്. അതിൽ അതേ എൻട്രികളിൽ യാതൊരു വിധത്തിലും ഉള്ള വെട്ടുതിരുത്തലുകളും ഇല്ല. അത് സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയിട്ടും ഉണ്ട്. അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലബ തെളിയിക്കാനായി ഈ കേസിൽ ഹാജരാക്കാമായിരുന്ന സുപ്രധാനമായ രേഖകളാണ് ഈ ഒന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ, കാഷ്വൽ ലീവ് രജിസ്റ്റർ. അവ ഔദ്യോഗിക രേഖകളാണ്. രണ്ടാമതായിട്ട് CDR, അത് ഇലക്ട്രോണിക്സ് രേഖയും ആണ്. ഈ CDR പ്രകാരം പ്രതി സ്ഥലത്തുമുണ്ടായിരുന്നില്ല. മറ്റ് രജിസ്റ്ററുകൾ പ്രകാരം പുള്ളി കാഷ്വൽ ലീവിലും ആയിരുന്നു. ഇനി ആരാണ് എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒറിജിനൽ CDR കോടതിയിൽ ഹാജരാക്കാതെ ഇരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ക്രിമിനൽ കേസിലെ വാദി എന്ന് പറയുന്നത് സർക്കാരാണ്, അതായത് പ്രോസിക്യൂഷൻ. ഈ അതിജീവിത എന്ന് പറയുന്നത് ഒരു സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം ഈ കേസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കേണ്ടിയിരുന്നത് ഈ പ്രോസിക്യൂഷനാണ്, അല്ലാതെ പ്രതി അല്ല. അപ്പോൾ ഈ കോടതി പറയുന്നത് പോലെ CDR ഹാജരാക്കപ്പെട്ടിരുന്നു എങ്കിൽ പത്മരാജൻ്റെ അറ്റൻഡൻസ് ബുക്കിലെയും കാഷ്വൽ ലീവ് രജിസ്റ്ററിലെയും ഒക്കെ എൻട്രികൾ തെറ്റായി സ്ഥാപിക്കപ്പെടുമായിരുന്നു എന്ന് ഈ കോടതി പറയുന്നത് പോലെ ആയിരുന്നു കാര്യങ്ങൾ എങ്കിൽ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ആ CDR കോടതിയിൽ ഹാജരാക്കാത്തത്? എന്നാൽ അതിവിദഗ്ധമായിട്ടാണ് ഈ ഷെർലോക്ക് ഹോംസ് രത്നകുമാർ ഈ CDR കോടതിയിൽ ഹാജരാക്കാതെ ഇരുന്നത് മനഃപൂർവ്വമാണ്. അതായത് അത് ഹാജരാക്കപ്പെട്ടിരുന്നു എങ്കിൽ ഈ പത്മരാജൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ, കാഷ്വൽ ലീവ് രജിസ്റ്റർ, അതിലെ എൻട്രികളും ഈ ടവർ ലൊക്കേഷനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമായിരുന്നു. ഒരു വ്യത്യാസവും വരുമായിരുന്നില്ല. അങ്ങനെ വന്നിരുന്നു എങ്കിൽ പത്മരാജനെ കോടതിക്ക് നിരുപാധികം വിട്ടയക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഈ കേസിൽ ഈ CDRൻ്റെ ഒറിജിനൽ ഹാജരാക്കാതെ ഇരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സംഭവത്തിലേക്ക് വരാം. അതിജീവിതയുടെ മൊഴി പ്രകാരം ഫെബ്രുവരി മാസം 1-ാം തീയതി തൻ്റെ ക്ലാസ് ടീച്ചറായ ശരത് സാർ തൻ്റെ ഉമ്മയെ വിളിക്കുന്നു. അതിനുശേഷം പറയുന്നു, അതായത് പിറ്റേ ദിവസം 2-ാം തീയതി ഈ പത്മരാജൻ മാസ്റ്ററുടെ LSS ക്ലാസ് ഉണ്ട്, നിങ്ങളുടെ കുട്ടിയെ അയക്കണം എന്നും. അതിന് പ്രകാരം ഉമ്മ കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ആക്കി മടങ്ങിപ്പോയി. ആ സമയം ഉദ്ദേശം 10 മണിയോടുകൂടി പത്മരാജൻ മാസ്റ്റർ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ഈ കുട്ടി മൊഴി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്ലാസ് ടീച്ചറായ ശരത്തിൻ്റെയും കുട്ടിയുടെ ഉമ്മയുടെയും കാൾ ഡീറ്റെയിൽസ് എടുത്തു. അതിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് 2019 ജനുവരി മാസം 27-ാം തീയതി മുതൽ 2020 ജനുവരി മാസം 31-ാം തീയതി വരെ ഈ ക്ലാസ് ടീച്ചർ തൻ്റെ ഫോണിൽ നിന്നും ഈ ഉമ്മയെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു ദിവസം തന്നെ പല അവസരങ്ങളിലും ഈ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ചിരുന്നു. എന്നാൽ 10-11 വർഷമായിട്ട് അതീവ ഡിപ്രഷനിൽ കഴിയുന്നു എന്ന് പറയുന്ന ഈ ഉമ്മയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് അവർ തൻ്റെ ഫോണിൽ നിന്നും ക്ലാസ് ടീച്ചറെ അങ്ങോട്ട് വിളിച്ചു എന്നാണ്. അതായത് ഈ പീഡനം നടന്നു എന്ന് പറയുന്നത് 2-2-ലാണ്. അന്ന് വിളിച്ചിരുന്നില്ല. 3-2-ലും 7-2-ലും 14-2-ലും 18-2-ലും അവർ തൻ്റെ ഫോണിൽ നിന്നും ക്ലാസ് ടീച്ചറെ അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ് തെളിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീജിത്ത് കോടതി മുമ്പാകെ മൊഴി കൊടുക്കുകയും ചെയ്തു. അവിടെയും കോടതി പറയുന്നത് ഈ പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അതിൻ്റെ CDR ഹാജരാക്കിയിരുന്നില്ല. ഈ ഉദ്യോഗസ്ഥൻ തൻ്റെ CD യിൽ നിന്നും ഉള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് എന്നാണ്.
അതായത് ഈ മൂന്നാമത്തെ പീഡനവുമായി ബന്ധപ്പെട്ട LSS ക്ലാസ് ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ ഉമ്മയെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടേ ഇല്ല. ഉമ്മയാണ് 7-ാം തീയതി ഈ ക്ലാസ് ടീച്ചറെ അങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിൽ എത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-ാം തീയതി ആയിരിക്കില്ല പീഡനം നടന്നത്, അത് 8-ാം തീയതി ആയിരിക്കും എന്നാണ്. നാം ഇവിടെ ആലോചിക്കണം, ഈ ഉമ്മയുടെ മൊബൈലിൽ നിന്നും അങ്ങോട്ടേക്ക് ക്ലാസ് ടീച്ചറെ വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് LSS ക്ലാസ് ഉണ്ടെന്ന് ഈ ഉമ്മ തന്നെ സ്വയം തീരുമാനിക്കുന്നു. അതിനുശേഷം ഈ ക്ലാസ് ടീച്ചറെ വിളിച്ചു പറയുന്നു, നാളെ ഈ പത്മരാജൻ സാർ അവിടെ LSS ക്ലാസ് എടുക്കുന്നതാണ്, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നിങ്ങൾ നൽകണം. അത് ശരിയാണെങ്കിൽ ഈ ഉമ്മ ഈ പത്മരാജൻ സാറിനെയും വിളിച്ചിരിക്കണം. അതായത് നാളെ ഇങ്ങനെ LSS ക്ലാസ് ഉണ്ട് സാർ ദയവായിട്ട് വന്നിട്ട് ആ ക്ലാസ് ഒന്ന് എടുക്കണം. അതായത് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ താങ്കൾ ദയവായിട്ട് വന്നിട്ട് നാളെ അവിടെ ഒരു പീഡനം നടത്തണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മയും ഈ പീഡനക്കേസിൽ പ്രതിയാകേണ്ട ഒരാൾ തന്നെ ആയിരുന്നു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് 8-ാം തീയതി ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയത് ഈ പത്മരാജനെ എങ്ങനെയെങ്കിലും കുരുക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ്യത്തോടെ ആയിരുന്നു. ഈ കേസിൽ ഒരു പ്രധാന സാക്ഷിയാകേണ്ട ആളായിരുന്നു ഈ കുട്ടിയുടെ ഉമ്മ. എന്നാൽ ഈ പ്രോസിക്യൂഷൻ അവരെ സാക്ഷി ആക്കിയതേ ഇല്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് വിസ്താരത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവരിൽ നിന്നും എല്ലാ കള്ളങ്ങളും പുറത്തു ചാടിയേനെ. ഈ കേസ് ഒരു കെട്ടിച്ചമച്ച കേസാണെന്ന് ഈ പ്രോസിക്യൂഷനും അറിയാമായിരുന്നു. ഈ ഉമ്മയെ സാക്ഷി ആക്കാതിരിക്കാനായി നേരത്തെ തന്നെ ഈ കുട്ടിയുടെ അമ്മാവൻ ഒരു വടിയെറിഞ്ഞു. അതായത് ഈ 11 വർഷം മുമ്പ് ഈ കുട്ടിയെ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു. അന്നു മുതൽ ഇവർ വളരെ ഡിപ്രഷനിൽ ആണ്. അതുകൊണ്ട് താൻ ഈ സംഭവം അറിഞ്ഞ 16-ാം തീയതി ഈ ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് കുട്ടിയുടെ ഉമ്മയോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചതേ ഇല്ല. എന്നാൽ അദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം 17-ാം തീയതി താൻ ഈ കാര്യങ്ങൾ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു. അതായത് ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ ഡിപ്രഷനൊക്കെ പോയി. പിറ്റേ ദിവസം തന്നെ അമ്മയും അമ്മാവനും കുട്ടിയും ഒക്കെ ചേർന്നിട്ട് നേരെ DYSP ഓഫീസിലേക്ക് പോയി. എന്തിനാണ്? പരാതി കൊടുക്കാനായിട്ടാണ് പോയത്. 10-11 വർഷമായിട്ട് അതീവ ഡിപ്രഷനിൽ കഴിഞ്ഞു വരുന്നു എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മയ്ക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുണ്ട്. അവർ അതുപയോഗിച്ചിട്ട് ഈ ക്ലാസ് ടീച്ചറുമായി നിരന്തരം ബന്ധപ്പെട്ട് വന്നിരുന്നു എന്നും നാം കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തൻ്റെ ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ ഈ മൊബൈൽ ഫോണിൽ കൂടി ബന്ധപ്പെട്ട് വന്നിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ കാലാകാലങ്ങളിലായിട്ട് ഡിപ്രഷനിലാണ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഉമ്മ ഈ കേസ് നടക്കുന്ന വേളയിൽ എല്ലാ ദിവസവും കോടതിയിൽ ഹാജരായിരുന്നു. കൂടാതെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അന്വേഷിച്ചു വന്നിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റുകയും പകരം ഈ DYSP രത്നകുമാറിനെ കൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ചുമതലയിൽ അവരോധിക്കുകയും ചെയ്തു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് ആ സ്കൂളിൽ അറബിക് പഠിപ്പിക്കുന്ന മുസ്ലിമായ ഒരു ടീച്ചർ. അവർ ആദ്യം മുതൽ അവസാനം വരെ വളരെ സത്യസന്ധമായിട്ടാണ് കോടതിയിൽ മൊഴി കൊടുത്തത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CIA ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് പത്മരാജൻ മാസ്റ്റർ ഈ 2019 ഡിസംബറിലും ജനുവരി ആ സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതവിടെ വലിയ ഒരു പ്രശ്നം സൃഷ്ടിച്ചു. 40ഓളം ഈ മുസ്ലിം പാരൻസ് ഈ സ്കൂളിൽ വരികയും, അതൊരു ഹിന്ദു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു എയ്ഡഡ് സ്കൂളാണ്, അവിടെ വരികയും തങ്ങളുടെ കുട്ടികളുടെ ഈ TC ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഇടപെട്ടിട്ട് ഈ പത്മരാജനെ നിർബന്ധിച്ച് ഈ പോസ്റ്റ് പിൻവലിപ്പിക്കുകയും ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ അറബിക് ടീച്ചർ ഉൾപ്പെടുന്ന അധ്യാപകരുടെ ഒരു സംഘം ഈ കുട്ടിയുടെ അമ്മാവൻ്റെ വീട്ടിൽ ഈ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി പോയത്. അന്ന് ഈ അമ്മാവൻ ഈ ടീച്ചറോട് ചോദിച്ചു, അല്ലേ ടീച്ചറെ, ഇദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുരുക്കിയിട്ട് ഈ സ്കൂളിൽ നിന്നും പുറത്ത് ചാടിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഈ ടീച്ചർ കോടതി മുമ്പാകെ മൊഴി കൊടുക്കുകയും ചെയ്തു. അതെ, ഈ കേസിൻ്റെ യഥാർത്ഥ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് പത്മരാജൻ മാസ്റ്റർ ആരോപിച്ചതുപോലെ ഇതുവരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാത്ത ഏതോ അദൃശ്യ ശക്തികളാണ്. അവരുടെ കയ്യിലെ ഈ കരുക്കളായിരുന്നു ഉമ്മയും അമ്മാവനും DYSP രത്നകുമാറും. അവസാനം കോടതി കൂടി അവരോട് ചേർന്നപ്പോൾ പത്മരാജൻ മാസ്റ്റർ ഒരു കാരണവുമില്ലാതെ ജയിലിലും ആയി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ, കഴിഞ്ഞ 10 വർഷമായിട്ട് LDFൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുന്നത് CPMൻ്റെ പോലീസ് ആണ്.
പത്മരാജൻ ഒരു BJP RSS പ്രവർത്തകനാണെന്ന് എനിക്ക് വിധിന്യായം വായിച്ചപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പത്മരാജന് ഈ പോലീസിൽ എന്തെങ്കിലും ഒരു സ്വാധീനം നടത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ യാതൊരു വിധത്തിലുമുള്ള ജുഡീഷ്യൽ മൈൻഡും ഇല്ലാതെ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിയായ പത്മരാജന് തൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള തെളിവുകൾ കണ്ടെത്തി കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവും ഉണ്ടായില്ല. അതിനുവേണ്ട എല്ലാ രേഖകളും ഈ പോലീസ് തന്നെ അന്വേഷണം നടത്തി കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? കോടതി തന്നെ പറയുന്നു, പത്മരാജനെ വെറുതെ വിടാനുള്ള എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ തന്നെ കൊണ്ട് തന്നിട്ടുണ്ട്. എന്നാലും താൻ അതിനെ ഒന്നും തന്നെ കണക്കിലെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് അധികാരം ഇല്ലെങ്കിൽ പോലും ഞാൻ പത്മരാജനെ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. കാരണം അത് മറ്റാരുടെയൊക്കെയോ ഇഷ്ടപ്രകാരം ആണ്. അതെ, അത് തന്നെയാണ് സത്യവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ ചാനലിനെതിരെ വളരെ വലിയ രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. അത് മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളുടെ കഴിവ് പോലെ ഇത് എത്തിക്കാൻ ശ്രമിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അത് ഈ കേസിലെ ശാസ്ത്രീയ തെളിവുകളെ സംബന്ധിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.